Hello friends, welcome to channel 𝙑𝙑𝙑𝙬𝙬 ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗോപ്രോന്റെ ഒരു അക്സസറിയാണ്. അതും ഒറിജിനൽ അക്സസറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഗോപ്രോന്റെ ഒരു വൺ ഓഫ് ദി മെയിൻ കോൺ എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. അത് 9ലാണ് നമ്മൾ ഒന്നും കൂടി കൂട്ടിയിട്ടുള്ളത്. 9ഉം 10ലും നമുക്ക് ഓൾമോസ്റ്റ് സെയിം ബാറ്ററി ബാക്കപ്പ് തന്നെ കിട്ടുന്നത്. അതും 8ഉം 7ഉം 8നൊക്കെ കുറിച്ച് വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു ആക്ഷൻ ക്യാമറ അല്ലെങ്കിൽ നമുക്കൊരു ട്രാവൽ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഇവർ കമ്പനി പറയുന്നത് 1.5 hour 2 hour ഒക്കെ ആണെങ്കിൽ നമുക്കൊരു മാക്സിമം 90 മിനിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ നമ്മുടെ ഒരു ബാറ്ററി വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ടൈം അതും നമ്മുടെ ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ഏത് റെസൊല്യൂഷൻ ക്യാമറയിൽ ഉപയോഗിക്കുന്നതൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു മാക്സിമം ഒരു 50 മിനിറ്റ് 60 മിനിറ്റ് 70 മിനിറ്റ് ഒക്കെ കിട്ടിയാൽ നമുക്ക് നമ്മുടെ ഒരു ഫുൾ വീഡിയോ സെക്ഷൻ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടൂർ പോകുന്ന സംഭവങ്ങളൊന്നും എടുത്ത് കഴിയില്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു എക്സ്ട്രാ ബാറ്ററി തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഞാനിപ്പോൾ നമ്മൾ അൺബോക്സിങ്ങിൻ്റെ സമയത്തും പറഞ്ഞിട്ടുണ്ട്. അൺബോക്സിങ് വീഡിയോ കാണാത്തവർ പോയി കാണട്ടെ, ഞാൻ മുകളിൽ കൊടുക്കാം. അൺബോക്സിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ കോൺ എന്ന് പറയുന്നത് ഗോപ്രോ 9ൻ്റെ നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നത് ഉള്ളിലാണ്. അതുകൊണ്ട് നമ്മുടെ ബാറ്ററി ഇടുന്ന ഡോക്ക് തുറന്ന് വെച്ചിട്ട് വേണം നമുക്ക് ചാർജിങ് കുത്താൻ. അത് ശരിക്കും ഒരു ഡസ്റ്റ് അട്രാക്ഷൻ ഒരു ടെൻഡൻസി വരുന്ന ഒരു സംഭവമാണ്. വെച്ചാൽ നമ്മൾ തുറന്നു വയ്ക്കുമ്പോൾ ഡസ്റ്റ് ഉള്ള നല്ല ഏരിയയിലൊക്കെ ശരിക്കും ഡസ്റ്റ് ഉള്ളിൽ വന്ന് നല്ല അക്യുമുലേറ്റ് ചെയ്ത് നല്ല പ്രോബ്ലം ഉണ്ടാക്കും. ഇപ്പോൾ എൻ്റെ നമ്മുടെ വീടിൻ്റെ സ്ഥലത്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡസ്റ്റ് വരുന്ന ഏരിയ ആണ്. അപ്പോൾ അത് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. ഞാൻ അതുകൊണ്ടും മാത്രം ആയിട്ടാണ് ശരിക്കും ഒരു എക്സ്ട്രാ ചാർജർ പ്ലസ് ഇത് ബണ്ടിൽ നമുക്ക് ഗോപ്രോൻ്റെ ഒറിജിനൽ അക്സസറീസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ അതിൽ ടെലിസിൻ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിൻ്റെയൊക്കെ കിട്ടുന്നുണ്ട് ചാർജർ. പക്ഷേ വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നുമില്ല. ഇതിന് 5800 ആണ്. പക്ഷേ എനിക്ക് നമ്മുടെ 1 കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഒരു 15% to 10% വരെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടിയപ്പോൾ ഒരു 800 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് എനിക്ക് 5000 ആണ് വന്നത്. ഇതിന് 5800 സംതിങ് ആണ് നമുക്ക് MRP നമ്മുടെ ആമസോണിൽ വരുന്നത് കേട്ടോ. MRP ഇല്ല, സെല്ലിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ 1 കാർഡിൻ്റെ വീഡിയോ കാണാത്തൊരു പോയി കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പോസ്റ്റ് പോലെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ലിങ്ക് കേട്ട് നമുക്ക് അതിൽ കൂടെ നിങ്ങൾ ഞങ്ങളുടെ റെഫറൽ ലിങ്ക് കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 500 രൂപയുടെ ആമസോൺ വൗച്ചറും അതുപോലെ 2000 രൂപയുടെ പോയിൻ്റ് എക്സ്ട്രാ കിട്ടാനും എക്സ്ട്രാ കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ 25 ഡിസംബർ വരെ ഉള്ളൂ ലാസ്റ്റ്. അപ്പോൾ നമ്മുടെ റെഫറൽ ലിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ ഇടയിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ഉള്ള താല്പര്യമുള്ളവർക്ക് പോയി അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ക്രെഡിറ്റ് കാർഡ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ അല്ലെങ്കിൽ IDFC ബാങ്കിൻ്റെ 3 ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരാണ് നിങ്ങൾക്ക് കിട്ടുക. ഡിപ്പെൻഡ്സ് അപ്പോൾ യുവർ പ്രൊഫൈൽ അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഏതിൻ്റെ ഉള്ളതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ നമ്മുടെ ആ കാർഡിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ പോയി കാണാം കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു 5000 റേഞ്ചിലാണ് നമുക്ക് ഈ ബാറ്ററി പ്ലസ് ഒരു ബാറ്ററി പ്ലസ് നമുക്ക് ചാർജർ കിട്ടിയത്. അപ്പോൾ ആക്ച്വലി നമുക്ക് ടെലിസിൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് ചൈനീസ് ബ്രാൻഡാണ് വരുന്നത്. അതിൻ്റെ നമുക്ക് ചാർജറും ഒരു 2 ബാറ്ററിയും കൂടി വരുന്നത് 4000 സംതിങ് റേഞ്ചിലാണ്. 4700 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഓഫർ കിട്ടിയ കാരണം വലിയ ഡിഫറൻസും വരുന്നില്ല. അപ്പോൾ 1000 ഡിഫറൻസ് പോലും വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കുറേ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറേ പേരുടെ ബാറ്ററി പ്രശ്നം വന്നിട്ടുണ്ട് നമ്മുടെ ടെലിസിൻ്റെ ചാർജർ വെച്ച് ചാർജ് ചെയ്തിട്ട്. അതുപോലെ കുറേ പേരുടെ പെട്ടെന്ന് എന്താ പറയുക ഡ്രെയിനായിട്ട് പോകുന്ന കുറേ പ്രോബ്ലംസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ കമ്പനി ഓൾറെഡി പറയുന്നുണ്ട് അവരുടെ ഒറിജിനൽ സിസ്റ്റം മാത്രം ഉപയോഗിക്കാം. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. എല്ലാം നമ്മുടെ ക്യാമറ ആയാലും ഏതായാലും എല്ലാവരും പറയുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം ചിലപ്പോൾ ചില ചാർജറിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ തേർഡ് പാർട്ടി ചാർജർ വെച്ച് ചാർജ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അതും വലിയ റേറ്റ് ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഒറിജിനൽ ചാർജറിലേക്ക് ഒരു എക്സ്ട്രാ വാങ്ങുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ആമസോണിൽ വാങ്ങി തന്നെയാണ് നമ്മൾ ഒറിജിനൽ പാക്കേജിങ് തന്നെ കിട്ടിക്കുന്നുണ്ട്. നമുക്ക് കാണാം ഒറിജിനൽ പാക്കേജിങ് തന്നെ സീൽഡ് പാക്കേജ് തന്നെ കിട്ടിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓർഡർ ID വെച്ചിട്ട് നമുക്ക് കസ്റ്റമർ കെയറോട് ചാറ്റ് ചെയ്തിട്ട് നമുക്ക് സെല്ലറിനോട് റിക്വസ്റ്റ് ചെയ്യട്ടെ. നമ്മൾ ഒറിജിനൽ പാക്കേജ് ഇന്ത്യൻ പാക്കേജിങ് നമുക്ക് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് ഒറിജിനൽ മെയ്ഡ് ഫോർ ഇന്ത്യ പ്രൊഡക്റ്റ് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ലതായിരിക്കും കിട്ടാൻ ഒറിജിനൽ കിട്ടാൻ ഒരു 95% വരെ ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ നമുക്ക് ചാറ്റ് ചെയ്ത് അതിൻ്റെ നമുക്കൊരു പ്രൂഫും ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അതൊരു നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലും നമ്മൾ സെയിം സെല്ലർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചപ്പോൾ റിറ്റെയിൽ പറഞ്ഞിട്ട് ഒരു സെല്ലർ വെച്ചിട്ട് തന്നെ അതും മെയിൻ സെല്ലറാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആമസോണിൻ്റെ മെയിൻ സെല്ലറാണെങ്കിൽ മോസ്റ്റ്ലി പ്രോബ്ലംസ് ഒന്നും വരില്ല. വേറെ അല്ലാത്ത നിങ്ങളുടെ സെല്ലറിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് ആ സെല്ലറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ആമസോണിൻ്റെ മെയിൻ സെല്ലറിന് നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വെച്ചാൽ
വേറെ റീറ്റെയിലറൊക്കെ അവരുടെ മെയിൻ സെല്ലേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരെ ചാറ്റ് അവരുടെ കസ്റ്റമർ സപ്പോർട്ട് ചോദിച്ചാലും തന്നെ അറിയായിരിക്കും. അപ്പോൾ മെയിൻ സെല്ലേഴ്സ് ആണെങ്കിൽ മെയിൻലി പ്രോബ്ലം ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആമസോണായിരിക്കും ഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒതൻറ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കും നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ വാങ്ങിച്ചത് ഇതുകൊണ്ടാണ്. അപ്പോൾ ടെലിസിൻ്റെ ഞാൻ വാങ്ങിക്കാണ്ടിരിക്കാനുള്ള കാരണം അതാണ്. ഡാമേജസ് കാര്യങ്ങൾ വരുന്നുണ്ട് ബാറ്ററിക്ക്. അതിൽ നമ്മുടെ ഒറിജിനൽ ബാറ്ററിയിലിട്ട് ചാർജ് ചെയ്യുമ്പോഴും നമ്മുടെ ഒറിജിനൽ ബാറ്ററി നമ്മുടെ ബിൽഡ് കിട്ടിയ ബാറ്ററി ഇല്ല, അതിനും പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു കവറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കവർ ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്യുവൽ ബാറ്ററി ചാർജർ പ്ലസ് ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പടം കൊടുത്തിട്ടുണ്ട്. കമ്പാറ്റബിൾ വിത്ത് GoPro 10 എന്നും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് കോമ്പാറ്റബിൾ വിത്ത് HERO9 എന്നും ബ്ലാക്ക് എന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ലിമിറ്റഡ് ലൈഫ് ടൈം വാറണ്ടി എന്ന് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ചൈനീസാണ്, എന്താ മാനുഫാക്ചറിങ് ചൈനീസാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്കിതിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ടും അതുപോലെ ഒക്ടോബർ 2024 പുതിയതാണ്. അത് നമ്മുടെ സെയിമാണ്. നമ്മുടെ ക്യാമറയും ഇത് ഈ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് തന്നെയായിരുന്നു. MRP പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പ്രൈസാണ് നമുക്ക് ആമസോണിൽ കൊടുക്കുന്നത് കേട്ടോ. 5800 രൂപ പ്രൈസ് കൊടുക്കുന്നത്. കൺട്രി ഫോർ ചൈന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നെയിം ആൻഡ് ഇത് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അത് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് വിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. നമുക്കിവിടെ സീൽഡ് പാക്കേജ് തന്നെ കിട്ടിക്കുന്നത്. നമുക്കിവിടെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ മോഡൽ നെയിം, അതുപോലെ സർട്ടിഫിക്കേഷൻ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സീരിയൽ നമ്പറും അതുപോലെ ഈ സീൽഡും കണ്ടറിയാം ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഈ സീൽ പൊട്ടിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ സീലൊന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. സീൽ നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് പാക്കേജിങ്ങാണ് കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു പാക്കേജിങ്ങാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബോക്സ് ഓൾറെഡി കാലിയാക്കിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ട് ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഒറിജിനലാണെങ്കിൽ വേറൊരു ഇതാണ്. നമുക്ക് യൂസർ മാനുവലും അതുപോലെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ കിട്ടും. യൂസർ മാനുവൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയൊരു അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി ഇൻസ്ട്രക്ഷനായിട്ട് വലിയൊരു കുറേ ഭാഷയിലായിട്ടുള്ള സംഭവമാണ് കിട്ടുക. പിന്നെ ചെറിയൊരു പടം ഇൻസ്ട്രക്ഷനാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് യൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് സംഭവമൊന്നും വേണ്ട. ശരിക്കും ഇതിനൊരു ഗോപ്രോൻ്റെ ഒരു സൂപ്പർ ചാർജറും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഇന്ത്യയിലേക്ക് അവൈലബിൾ അല്ല. ആമസോണിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നും അവൈലബിൾ അല്ല അത് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാറ്ററി ഒരു എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇത് സീൽഡ് ആണ്. എന്തായാലും പൊട്ടിക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ബാറ്ററി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ നല്ല ഒറിജിനൽ ബാറ്ററി പോലെ തന്നെ ഉണ്ട്. ഒറിജിനൽ ബാറ്ററിയുടെ കണ്ടീഷൻ തന്നെയാണ്. പിന്നെ ചാർജർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ചാർജറാണ്. ഡ്യുവൽ ചാർജറാണ് വന്നിരിക്കുന്നത്. ഇതൊരു ലൈറ്റ് വെയിറ്റ് ആണ്. ബാക്കിലായിട്ട് നമുക്കൊരു റബ്ബറൊക്കെ ഉണ്ട്. റബ്ബർ ഉണ്ട്. നമുക്ക് എന്താ പറയുക, നിലത്തേക്ക് ഒഴിഞ്ഞു പോയിട്ട് വീഴാണ്ടിരിക്കാനുള്ളതൊക്കെ ഒരു റബ്ബർ ഷൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ LED ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് മുകളിലായിട്ട് ഇവിടെ കാണാം കേട്ടോ. നമുക്ക് എന്തായാലും ബാറ്ററി ഞാൻ കുത്തിയിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ എന്താ പറയുക USB കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അതും ടൈപ്പ് സി ആണ്. ടൈപ്പ് സി ടു നോർമൽ USB പോർട്ടാണ് കേട്ടോ, ടൈപ്പ് എ. അപ്പോൾ നമ്മൾ ഇത് ഊരാണ്. ഇത് മെയിൻ ഗോപ്രോൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതും ചെറിയ സെയിം തന്നെയുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ കമ്പനി ബോക്സിൽ കിട്ടുന്ന അതേ ലെങ്ത് തന്നെയാണ്. ഡിഫറൻസ് ഒന്നുമില്ല. നമ്മളെന്തായാലും ഇവിടെ കുത്തി നമ്മൾ ബോട്ടിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യാം. ബാറ്ററി കണക്ട് ചെയ്യാനുള്ള നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി കണ്ടറിയാം. നമ്മുടെ ഈ പല്ല് പോലത്തെ സംഭവം ഈ സൈഡിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുക. ബാറ്ററി നമ്മുടെ ഓൺ ആയിട്ടില്ല. കണക്ഷൻ ശരിയായിട്ടില്ല എന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് തിരിച്ചു വരട്ടെ. നമ്മുടെ USB കണക്ട് ചെയ്ത് തിരിച്ചിട്ട് പോയി. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ടൈറ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഓൾറെഡി ഒരു യെല്ലോ ലൈറ്റ് കത്തുന്നുണ്ട്. ഇത് ഫുള്ളായിട്ടായി നമ്മുടെ കളർ മാറും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക ഡ്യുവൽ ചാർജർ, നമ്മുടെ ഗോപ്രോൻ്റെ ഒറിജിനൽ അക്സസറീസായ ഡ്യുവൽ ചാർജർ ചാർജ് ചെയ്യേണ്ട ഒന്നുമില്ല. ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് വയ്ക്കുക വേണ്ട. നമ്മുടെ എന്താ പറയുക ചാർജിങ്ങിൻ്റെ കണ്ടക്ടർ വരുന്ന ഏത് സൈഡിലാണെന്ന് നോക്കിയിട്ട് ജസ്റ്റ് അമർത്തി വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഇൻഡിക്കേഷൻ വരും, ഫുൾ ചാർജ് ആയ ഇൻഡിക്കേഷൻ വരും. നമ്മളൊരു എന്തായാലും ഒരു ഫസ്റ്റ് ബാറ്ററി ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 2 ഹവറിൻ്റെ മുകളിൽ വരും കേട്ടോ. അപ്പോൾ അതിന് ശേഷം പറയുന്നത് ഒരു 2 ഹവർ തന്നെയാണ് പറയുന്നത്. ശരിക്കും ഫസ്റ്റ് ചാർജ് ഒരു 3 ഹവർ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ ഒരു അത്യാവശ്യം അവരുടെ ഗോപ്രോൻ്റെ ഒരു സൂപ്പർ ചാർജറിൻ്റെ ഇറക്കിയിട്ടുണ്ട്. ഒരു 27 വാട്ടിൻ്റെയൊക്കെയാണ് 27 വാട്ടിൻ്റെ ഒരു സൂപ്പർ ചാർജറാണ് അവർ ശരിക്കും ഒറിജിനൽ അക്സസറിയുടെ ഇറക്കിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ വേണമെങ്കിൽ ഒരു 20 വാട്ടിൻ്റെ ചാർജർ വെച്ച് ചാർജ് ചെയ്യാം. പക്ഷേ എന്തായാലും സ്ലോ ചാർജിങ് ചെയ്യുന്നതാണ് നമ്മുടെ ബാറ്ററികൾക്കൊക്കെ നല്ലത്. പക്ഷേ
അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ഫാസ്റ്റ് ചാർജർ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. നമ്മുടെ വൂക്ക് ചാർജറോ അതുപോലെ ഒരു 20 വാട്ടിൻ്റെ ചാർജറൊക്കെ വെച്ച് ഉപയോഗിക്കാൻ വേണമെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ചാർജ് ആകുന്നത്. 27 വാട്ടിൻ്റെ സപ്പോർട്ടുള്ള ചാർജർ ഓൾറെഡി കമ്പനി ഇറക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ സ്പീഡിൽ ചാർജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു അരമണിക്കൂറിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഒക്കെ കിട്ടും നമുക്ക് എക്സ്ട്രാ നമ്മൾ നോർമൽ ചാർജിങ് മറ്റ് ചാർജിങ് വെച്ച് വരുമ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സൂപ്പർ ചാർജ്, പക്ഷേ എന്തായാലും നമ്മുടെ അതിൻ്റെ അത് അവൈലബിൾ അല്ല, നമ്മുടെ ആമസോണിലൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ സൈറ്റിലൊക്കെ കിട്ടുകയാണെങ്കിൽ നോക്കാം. ടാറ്റ ക്ലിക്കിലൊക്കെ ഉണ്ടെന്നുണ്ട്, പക്ഷേ ടാറ്റ ക്ലിക്കിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് അറിയായിരിക്കും. വേറെ സൈറ്റിൽ നിങ്ങൾക്ക് നോക്കി നോക്കാം കേട്ടോ സൂപ്പർ ചാർജ് വേണം. പക്ഷേ അത് എക്സ്പെൻസീവ് ആണ്, നല്ല വെറുതെ ഒരു അഡാപ്റ്ററിന് തന്നെ 4000 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മളൊരു പേജ് തുടങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ പുതിയതായിട്ട്, അപ്പോൾ അതും ഫോളോ ചെയ്യാൻ മറക്കണ്ട. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. കൂടുതൽ വീഡിയോസിനും അതുപോലെ ഇങ്ങനത്തെ ടെക് പരമായ ഓട്ടോമൊബൈലായിട്ടും BSNL ഫൈബറിൻ്റെയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് ആകുമ്പോഴേക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.